പെട്ടെന്ന് വലിയൊരു രഹസ്യം ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നെല്ലാവരും കരമുയർത്തിയേ. റെഡി? നിങ്ങളെല്ലാം റെഡിയാണോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജ്ഞാനമേ 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 ജ്ഞാനമേ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. പക്ഷെ ഇപ്പം മനസ്സിലാവത്. ഓക്കെ, ഈ ഈശോയുടെ അവൻ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ് വരുന്നത്. ജനിക്കണേക്ക് മുമ്പേ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഏഷ്യായിൽ എല്ലാ പ്രവാചകന്മാരിലും പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഉൽപ്പത്തിയിലേക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം അവരെ ഗെത്സമൻ ഏദേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി, ഇല്ലേ? അപ്പം നമ്മളെല്ലാം ചെറുപ്പം മുതലേ പഠിച്ചേക്കണത് എന്താ? അവരെ ദൈവം ശിക്ഷിച്ച് പുറത്താക്കി. കാരണം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതലേ ശിക്ഷിക്കുന്ന ഒരു എമോഷനാണ് നമുക്ക്. നിങ്ങളിൽ ഒരുപാട് ടീച്ചർമാരായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എന്നെ കണ്ടമാനം ശിക്ഷിച്ചിട്ടുണ്ട്. എന്തിനും ടീച്ചർക്ക് ഒരു വടിയാണുള്ളത്. ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തു വന്നില്ലെങ്കിൽ പുറത്താക്കും. അതോടെ വിറച്ചിട്ടാണ് വരണത്, സ്കൂളിലേക്ക് വരണത്. ഇപ്പോഴത്തെ ടീച്ചർമാർ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കണോ? ഇപ്പം നിവൃത്തിയില്ല. വടിയെടുക്കാൻ പാടില്ല. എനിവേ, അപ്പം നമ്മുടെ ഉള്ളിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു ചേച്ചി വിളിച്ച് പറയണേ, എൻ്റെ ബ്രദറെ, ഈ ധ്യാനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അവർ കഴിക്കാണ്ടാകുമ്പോൾ ഞാൻ പറയും, ഈ ചൊപ്പന അടിക്കും കേട്ടോ, ഈ ചൊപ്പന അടിക്കും, വേഗം കഴിക്കും. അപ്പം അങ്ങനെ അപ്പോൾ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്ന, ശിക്ഷിക്കുന്ന ഈ ദൈവത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് പൗലോസ് പറഞ്ഞത്. അവർക്ക് തീഷ്ണതയുണ്ട്, എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അവർക്ക് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മളും കുറേ നാളായിട്ട് ഈ അതിമനോഹരമായ, വിസ്മയനീയമായ ആ ഏദേൻ തോട്ടത്തിലെ ആദിമാതാപിതാക്കളുടെ അനുഭവത്തെക്കുറിച്ച് നമ്മളും വളരെ വികലമായും തെറ്റായിട്ടും അജ്ഞതയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ അജ്ഞത മാറാൻ പോവുകയാണ്. ഒന്ന് വായിക്കൂ. 3-ാം അധ്യായത്തിൽ 21, 22, 11 വായിക്കൂ. എല്ലാവരും നോക്കി വായിക്കണം. ദൈവമായ കർത്താവ് തൂകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ച് തിന്ന്
അമർത്യരാകാൻ ഇടയാകരുത്. ദൈവം അവനെ കർത്താവ് അവൻ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മതി നിൽക്കട്ടെ, ഒന്നുകൂടി വായിച്ചേ. ഇനി അവൻ, എല്ലാവരും ശബ്ദമുയർത്തി കൈ നീട്ടി, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. ദൈവം ആയ കർത്താവ് അവനെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിക്കണം, ഇവിടെയാണ്. ഒന്നുകൂടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളിൽ മുൻകൂറുണ്ടായിട്ടുള്ള പഴയ ബോധ്യങ്ങളെ എടുത്തു മാറ്റണമേ. പഴയ ബോധ്യങ്ങളെ എടുത്തു മാറ്റണമേ. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ചാൽ അവൻ എന്താകും? അമർത്യനാകും. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലായി, അവിടെ വേറൊരു വൃക്ഷം കൂടി ഉണ്ടായിരുന്നു, ജീവന്റെ വൃക്ഷം. ഇപ്പം തൽക്കാലം അതെന്താണെന്നൊന്നും ചോദിക്കണ്ട, അത് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അവൻ അമർത്യനാകും. അപ്പോൾ ഇപ്പോഴുള്ള അവൻ്റെ സ്റ്റാറ്റസ് എന്താ? പാപാവസ്ഥയാണ്. പാപാവസ്ഥയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘോരമായ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താ? അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. പാപം മൂലം അവൻ്റെ ആത്മാവ് മരണാവസ്ഥയിലാണ്. കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു പൈശാചിക അവസ്ഥയിലാണ്, അല്ലേ? ഈ അവസ്ഥയിൽ അവൻ ഇനി എന്ത് ചെയ്താലും വേറൊരു തെറ്റായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതെന്തായിരിക്കാം? അവനവിടെ നിൽക്കുകയാണെങ്കിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ പറിച്ച് ഭക്ഷിച്ചാൽ അവൻ അമർത്യനാകും. ഏതവസ്ഥയിൽ അമർത്യമാവും? പാപാവസ്ഥയിൽ അമർത്യമാകും, പൈശാചിക അവസ്ഥയിൽ അമർത്യമാകും. അപ്പൊ അവൻ എന്താവും? പിശാചാവും. മനസ്സിലായോ? അങ്ങനെ ആകാതിരിക്കാൻ ദൈവമായ കർത്താവ്, ഇതാണ് ഈ ഭാഷ. നമ്മൾ പറഞ്ഞില്ലേ, അണലിപ്പാമ്പിൻ പൈതങ്ങളെ എന്ന് പറഞ്ഞതും അണലി സന്തതികളെ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? എന്നാ മീനിങ് ഒന്നാണ്, പക്ഷെ അതിൻ്റെ ധ്വനി വ്യത്യാസം. ഇവിടെ പുറത്താക്കി എന്ന് പറഞ്ഞത് അർത്ഥത്തിൽ ശരി, പക്ഷെ എങ്ങനെയായിരിക്കാം അവിടെ പിതാവ് അവരോട് പെരുമാറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. പിതാവ് കരുണ മാത്രമാണെന്നുള്ളതിന് വ്യത്യാസമില്ലല്ലോ. അതാണ് ആ സ്റ്റാൻഡ് പോയിന്റ് എടുക്കണം. പിതാവ് ആരാണ്? കരുണ മാത്രമാണ്. ഈ പ്രകാശത്തിൽ നിന്ന് ഇതേ സമയത്ത് തന്നെ അന്ധകാരം വരാൻ പറ്റുമോ? ഒന്ന് നോക്കിയേ, ഈ ബൾബിലേക്ക് ഒന്ന് നോക്കിയേ. അപ്പോൾ കരുണ മാത്രമായ ഈ പിതാവിൽ നിന്ന് അതിന് ഒപ്പോസിഷനായിട്ട് എന്തെങ്കിലും വരാൻ പറ്റുമോ? ഇതാണ് ദൈവരാജ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കണമെന്ന് പറയുന്നത്. സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോഴും എപ്പോഴും വ്യാഖ്യാനിക്കേണ്ടത് ദൈവം കരുണ മാത്രമാണ്. ആ അച്ചുതണ്ടിൽ നിന്നിട്ട് വേണം എല്ലാ വചനത്തെയും വ്യാഖ്യാനിക്കേണ്ടത്. ദൈവം സ്നേഹം മാത്രമാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. അപ്പൊ ആ ശാശ്വതമായ കരുണയാണെങ്കിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്ക് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും, ഇല്ലേ? ദൈവത്തിൻ്റെ കരുണയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിലാക്കലിനും
ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ പരിമിതി. പരിമിതി. അതാണ് നമ്മുടെ ഭാഷയിൽ തന്നെ. അതാണ് ഗ്രീക്ക് ലാറ്റിനും എല്ലാം പഠിക്കണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് ലാറ്റിനും നമ്മുടെ ഭാഷയിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നുണ്ടോ, ദൈവമായ കർത്താവ് അവർക്ക് തുകൽ കൊണ്ട് ഒരു ഉടയാണ്. അവർ അതിനു മുമ്പ് അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ടാണ് അവരെ മറച്ചിരുന്നത്. ഇത് കണ്ടിട്ട് പിതാവിന്, അയ്യോ എൻ്റെ മക്കൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തേക്കണേ. അതൊക്കെ വേറെ, അതിന് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ അത്തിവൃക്ഷത്തിൻ്റെ സിംബൾ എന്താണ്, അതിൻ്റെ ഇലയുടെ അർത്ഥം എന്താണെന്നൊക്കെ. തൽക്കാലം ഇത്രയും മനസ്സിലാക്ക്. അവർ തുകൽ കൊണ്ടൊരുടയാടെ ഒരു ലെതർ ജാക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. ദൈവമായ കർത്താവ് എങ്ങനെയായിരിക്കാം ഈ ലെതർ ജാക്കറ്റ് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടായിരിക്കാം തുകലുണ്ടാക്കിയത്? ആടിനെ. ഇത് കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മാതിരിയാണ്. ആടിനെ എളുപ്പം മനസ്സിലാവണുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ. ആടിനെ കൊന്ന് അതിൻ്റെ തുകലെടുത്തു. അപ്പൊ അതിൻ്റെ സൂചന എന്താണ്? വരാനിരിക്കുന്ന യേശുവാകുന്ന. അപ്പൊ അതായത് കുഞ്ഞാട് അവിടെ തന്നെ രംഗപ്രവേശം ചെയ്തു രക്ഷാകര പദ്ധതിയിൽ. വരാനിരിക്കുന്ന ദിവ്യ കുഞ്ഞാടായ ആ യേശുവിൻ്റെ പ്രതീകമായിട്ടും ആ യേശുവിൻ്റെ രക്ഷയുടെ ഒരവകാശമായിട്ടും അവർക്ക് ഈ തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങളെ ഞാൻ എന്തോരം വാത്സല്യത്തോടെ സൃഷ്ടിച്ചു. പക്ഷെ അന്നേ എനിക്കറിയായിരുന്നു നിങ്ങൾ മണ്ണിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ഈ ബലഹീനത ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ തന്നെ നിങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. ആ രക്ഷകൻ വരും. അതിൻ്റെ അച്ചാരമായിട്ട് നിങ്ങളെ ഞാൻ ഈ തുകൽ കൊണ്ട് സംരക്ഷണത്തിൻ്റെ കവചം ധരിപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നാൽ ഇനി അപകടമാണ്. നിങ്ങളിവിടെ നിന്നാൽ മക്കളെ, നിങ്ങൾ കൂടുതൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ കൂടുതൽ തെറ്റ് ചെയ്താൽ നിങ്ങൾ ഈ തിന്മയിലായിരിക്കുന്ന അവസ്ഥയിൽ, യേശു വരുന്നതിന് മുൻപുള്ള ആ അവസ്ഥയിൽ നിങ്ങൾ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും ഭക്ഷിച്ചാൽ നിങ്ങൾ പാപാവസ്ഥയിൽ അമർത്യരാവും. പിന്നെ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പിശാചിനെ പോലെയാവും. അതുകൊണ്ട് മക്കൾ ഇവിടെ നിൽക്കണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ. മാത്രമല്ല, നിങ്ങളുടെ മക്കളെയോ കുഞ്ഞുമക്കളെയോ ആരെയും ഈ ഭാഗത്തേക്ക് വിടരുത്. ഞാൻ അവിടെ ഈ ജീവന്റെ വൃക്ഷത്തിന് കെരൂബുകളെ കൊണ്ട് കാവൽ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പുത്രനെ അയക്കും. നിങ്ങളുടെ സഹോദരൻ കർത്താവ് ഈശോ മിശിഹ വരും. അവൻ നിങ്ങളുടെ ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വരും. അങ്ങനെ അവരെ സമാധാനമായിട്ടാണ് പറഞ്ഞയച്ചത്. ഇപ്പോൾ അവരെ ശിക്ഷിച്ചാണോ പുറത്തു വിട്ടത്? ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ പുറത്തു വിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ? ദൈവം ചെയ്യുന്നതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ വിശുദ്ധിക്കും വേണ്ടിയും നീതീകരണം. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഇനി എന്ത് സംഭവിച്ചു? ഇവരെ സംബന്ധിച്ച് ഇപ്പം എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തു വന്നു. എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? ആദത്തിൻ്റെ പാപവും ആ പാപം മൂലം ഉണ്ടായ എല്ലാ ശാപവും ശിക്ഷയും ഏറ്റെടുക്കാൻ. അങ്ങനെ അത് യേശു കുരിശിൽ, യേശു പീഠാനുഭവത്തിൽ ഏറ്റെടുത്ത് യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തം ആ പാപം കൊണ്ട് നിറഞ്ഞു. ആ പാപത്തിൽ യേശു മരിച്ചു. അങ്ങനെ തൻ്റെ മരണത്താൽ അവൻ മരണത്തെ ജയിച്ചു. പാപം ചെയ്ത മനുഷ്യവർഗത്തെ മുഴുവനും അവൻ വീണ്ടെടുത്തതിൻ്റെ ഭാഗമായിട്ട് യേശുവിനെ അവർ അടക്കി.
യേശുവിനെ അവർ കബറിടത്തിൽ അടക്കി. ഈ കബറിടത്തിലായിരിക്കുന്ന ആ ദിവസം യേശു എന്ത് ചെയ്തു? യേശു പാതാളത്തിൽ ഇറങ്ങി ആദം വരെയുള്ള സകല മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരെയും സ്വർഗത്തിലേക്ക് എടുത്തു. അതിൻ്റെ ഒരു ഐക്കണുണ്ട്. ആദത്തെയും ഹവ്വയെയും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, നിങ്ങളെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. ആദത്തിനും സ്വർഗം ഭൂമിയിലിറങ്ങി, ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഇവിടെ കാറ്റഗിസത്തിൽ പറയുന്നത് കേൾക്കാം. 635 ഖണ്ഡിക. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നതിനും ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി ക്രിസ്തു മരണത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവന്റെ കർത്താവായ യേശു മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയിൽ ജീവിതകാലം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇനിമേൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങും. എന്നിട്ട് അതിനെ തുടർന്നുള്ള ഒരു പ്രബോധനം ഇങ്ങനെയാണ്: നമ്മുടെ ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മരണമറിഞ്ഞവരുടെ ജീവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദവും ഹവ്വയെയും സ്വർഗത്തിലേക്ക് കയറ്റി. ഇപ്പോൾ ആദവും ഹവ്വയും എവിടെയാ? അപ്പോൾ ആദി പാപം ചെയ്ത മനുഷ്യവംശത്തെ മുഴുവനും പാപത്തിന് കാരണമാക്കിയ ഉത്ഭവം ചെയ്ത ആദവും ഹവ്വയും ഇപ്പൊ എവിടെയായി? സ്വർഗത്തിലാണ്. ഇത് വിശ്വസിക്കുന്നുവോ? അതോടൊപ്പം പാപത്തിൻ്റെ ആ പാപം മൂലമുണ്ടായ എല്ലാ പരിണത ഫലങ്ങളെയും പ്രത്യാഘാതങ്ങളെയും യേശുക്രിസ്തു നീതീകരിച്ചു. യേശുക്രിസ്തു നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ യേശു വിജയം നേടി. അതിൻ്റെ മേൽ യേശു വിജയം നേടി. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ബോധ്യങ്ങളിൽ മാറ്റം വരുത്തണമേ. പരിശുദ്ധാത്മാവേ, ഈ പുതിയ ബോധ്യങ്ങൾ സ്വീകരിക്കാനും പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഈ പൂർണ്ണമായ അറിവിലേക്ക്, പ്രോട്ടോ എവങ്കേലിയത്തിലേക്ക് എന്നെ നയിക്കണേ. ഇതിനാണ് സഭ പറയുന്നത് പ്രോട്ടോ എവങ്കേലിയം, ആദ്യത്തെ സുവിശേഷം. ആദ്യത്തെ സുവിശേഷമാണ്. ആദത്തെയും ഹവ്വയെയും ദൈവം കരുണയോടെ കടാക്ഷിക്കുകയും അവർ ചെയ്ത പാപത്തിന് അവരെ ശിക്ഷിക്കാതെ അവരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും രക്ഷാകര പദ്ധതിയുടെ ആരംഭം കുറിക്കുകയും ചെയ്തു. നമുക്ക് ശാന്തമായി ഇപ്പോൾ ചായ കുടിക്കാൻ പോകാം. ചായ കുടിച്ചിട്ട് നമുക്ക് 11 മണിക്ക്
എല്ലാവരും തിരിച്ചു വരാം 11 മണിക്ക് മുമ്പായിട്ട്. താങ്ക് യു.